വർഷം 1854. വിക്ടോറിയൻ ലണ്ടനിലെ പ്രഭുക്കന്മാരുടെ വിരുന്ന് മേശകളിലും സ്വകാര്യ മ്യൂസിയങ്ങളിലും അലങ്കാര വസ്തുക്കളായി വയ്ക്കാനുള്ള അപൂർവ ഇനം വണ്ടുകളെയും വർണ്ണാഭമായ പക്ഷികളെയും ചിത്രശലഭങ്ങളെയും തേടിയിറങ്ങിയ ഒരു മനുഷ്യൻ. യൂറോപ്പിലെ പണക്കാർക്ക് ക്യൂരിയസ് ആയ ജീവികളെ പ്രദർശിപ്പിക്കുന്നത് ഒരു ഹരമായിരുന്ന കാലം. അതിനായി ലോകത്തിൻ്റെ പല കോണുകളിലേക്കും സാഹസികരായ മനുഷ്യർ കപ്പൽ കയറി. അക്കൂട്ടത്തിൽ ഒരാൾ മലായ ആർക്കിപെലഗോയുടെ ഈർപ്പം നിറഞ്ഞ മലമ്പനിയും അപകടങ്ങളും പതിയിരിക്കുന്ന കൊടും കാടുകളിലൂടെ മുട്ടോളം ചെടിയിൽ പുതഞ്ഞ് വലയും പെട്ടികളുമായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽഫ്രഡ് റസൽ വാലസ്. ജീവിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി കാടുകൾ തോറും കയറിയിറങ്ങി വണ്ടുകളെയും പക്ഷികളെയും ശേഖരിക്കുന്ന വെറും ഒരു കളക്ടർ മാത്രമായിരുന്നില്ല അദ്ദേഹം. പ്രകൃതിയുടെ തുറന്ന പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു രഹസ്യം വായിച്ചെടുക്കാൻ പോകുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് വള്ളങ്ങളിലും ചെറിയ കപ്പലുകളിലുമായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു. ആയിരക്കണക്കിന് പ്രാണികളെയും പക്ഷികളെയും അദ്ദേഹം പിടിച്ച് കുപ്പിയിലാക്കി. എന്നാൽ ആ യാത്രക്കിടയിൽ ബാലിക്കും ലോംബോക്കിനും ഇടയിലുള്ള കടൽ യാത്രയിൽ വെച്ച് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. താൻ ശേഖരിക്കുന്ന ജീവികളുടെ ലിസ്റ്റിൽ എന്തോ ഒരു വലിയ പൊരുത്തക്കേടുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന 2 ദ്വീപുകൾ, കാലാവസ്ഥ ഒന്ന്, മണ്ണൊന്ന്, പക്ഷേ തൻ്റെ പെട്ടിയിലുള്ള ജീവികൾ തമ്മിൽ അജഗജാന്തരം. എന്തോ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു വിചിത്രമായ മതിൽ പ്രകൃതി അവിടെ പണിതു വെച്ചിട്ടുണ്ട്. എന്താണ് ആ മതിൽ? ആ ചോദ്യമാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച വാലസ് ലൈൻ എന്ന കണ്ടെത്തലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. രാഷ്ട്രീയ ഭൂപടങ്ങളിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു അതിർത്തി കാണാൻ കഴിയില്ല. സാറ്റലൈറ്റിൽ നിന്ന് നോക്കിയാലും ഇത് കണ്ണിപ്പെടില്ല. അവിടെ കാവൽ ഗോപുരങ്ങളില്ല, വേലികളില്ല, മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ല. എന്നിട്ടും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയെ അക്ഷരാർത്ഥത്തിൽ 2ആയി തരംതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അദൃശ്യ രേഖയാണിത്. ഈ രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ബാലിയിൽ, കാടുകൾക്കുള്ളിലെ ശബ്ദം ഏഷ്യയുടേതാണ്. മരം കൊത്തികളുടെ കൊത്തുപണികൾ, ബാർബറ്റ് പക്ഷികളുടെ ഒച്ചകൾ, ഏഷ്യൻ പക്ഷി കുടുംബങ്ങളുടെ കൂടൊരുക്കലുകളൊക്കെ നമുക്കവിടെ കേൾക്കാം. ഹിസ്റ്റോറിക്കലി നോക്കിയാൽ ആ കാടുകൾക്കുള്ളിൽ കടുവയും പുലികളും കാണ്ടാമൃഗങ്ങളും കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെയും ചൈനയിലെയും കാടുകളുമായിട്ട് ബന്ധമുള്ള സസ്തനികൾ. എന്നാൽ ആ ഇടുങ്ങിയ വെറും 35 കിലോമീറ്റർ വെള്ളം മുറിച്ചു കടന്ന് അപ്പുറത്തെ ലോംബോക്കിലെത്തിയാലോ കാര്യങ്ങൾ അവിടെ മാറി മറിയും. മരം കൊത്തികളെ അവിടെ കാണാനില്ല. ബാർബറ്റുകൾ അപ്രത്യക്ഷമായി. കടുവകൾ ഒരിക്കലും അങ്ങോട്ട് വന്നിട്ടില്ല, നീന്തി എത്തിയിട്ടുമില്ല. പകരം അവിടുത്തെ അന്തരീക്ഷം നിറയെ കൊക്കാറ്റുകളുടെയും ഹണി ഈറ്റർ പക്ഷികളുടെയും ബഹളമാണ്. തികച്ചും മറ്റൊരു ലോകത്ത് നിന്നുള്ള പക്ഷികൾ. ഇനി തറയിൽ നോക്കിയാലോ കടുവയുടെയും കുരങ്ങൻ്റെയും സ്ഥാനത്ത് അവിടെയുള്ളത് കസ്കസ് പോലെയുള്ള ജീവികളും കുറച്ചുകൂടി കിഴക്കോട്ട് പോയാൽ മരത്തിൽ കയറുന്ന കങ്കാരുവും ഒക്കെയാണ്. അതെ, നിങ്ങൾ ഏഷ്യയിൽ നിന്നും പുറത്ത് കടന്നിരിക്കുന്നു. നിങ്ങൾ എത്തിയിരിക്കുന്നത് സഞ്ചി മൃഗങ്ങളുടെ അല്ലെങ്കിൽ മാർസൂപ്പിയലുകളുടെ ലോകത്താണ്. ശരിക്കും എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? ഇക്കരെ നിന്നാൽ അക്കരെ കാണാവുന്നത്ര ചെറിയൊരു ജലപാത അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ വലിയൊരു അതിർവരമ്പായി എങ്ങനെയാണത് നിൽക്കുക? അതിനോട് ഉത്തരം തേടി നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോകണം. ആരാണ് യഥാർത്ഥത്തിൽ ആൽഫ്രഡ് റസൽ വാലസ് എന്നറിയാമോ? ശാസ്ത്ര ചരിത്രത്തിൽ ചാൾസ് ഡാർവിൻ്റെ സ്ഥാനത്തോളം പോകുന്ന ഒരാൾ. പലരും ഡാർവിൻ്റെ നിഴലിൽ വാലസ് മുങ്ങിപ്പോയി എന്ന് പറയാറുണ്ട്. ഡാർവിൻ ഇംഗ്ലണ്ടിലിരുന്ന് തൻ്റെ മാർക്കിടുകളെക്കുറിച്ചുള്ള പഠനത്തിൽ തല പുകയ്ക്കുമ്പോൾ വാലസ് അപകടകരമായിട്ടായിരുന്നു ഈ പറയുന്ന മലൈ ആർക്കിപെലഗോ എന്ന് പറയുന്ന ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ കറങ്ങിയത്. അദ്ദേഹം വെറുമൊരു കളക്ടർ ആയിരുന്നില്ല, കഠിനാധ്വാനിയായ ഒരു സയൻറ്റിസ്റ്റാണ്. 8 വർഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആ ദ്വീപസമൂഹങ്ങളിൽ ചെലവഴിച്ചിട്ട് 14,000 മൈലുകൾ സഞ്ചരിക്കുകയും 1,25,660 സ്പെസിമെനുകൾ ആ ഭാഗത്തു നിന്ന് പല ജീവിയുടേതായിട്ട് ശേഖരിക്കുകയും ചെയ്തു. ഇങ്ങനെ ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പാറ്റേൺ മനസ്സിലാവുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയത് ബാലിയിലെയും ലോംബോർക്കിലെയും വന്യജീവികൾ തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലണ്ടും ജപ്പാനും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ വലുതാണെന്നാണ്. ഇംഗ്ലണ്ടും ജപ്പാനും തമ്മിൽ ഏകദേശം യൂറേഷ്യ എന്ന് പറയുന്ന വമ്പൻ കരഭൂമി മുഴുവൻ വ്യാപിച്ച് കിടപ്പുണ്ട്. എന്നിട്ടും അവിടുത്തെ ജീവജാലങ്ങളും പക്ഷികളും തമ്മിൽ ബന്ധമുണ്ട്. കാരണം അവ രണ്ടും പാലിയാർട്ടിക് റിലമിൻ്റെ ഭാഗമാണ്. എന്നാൽ വെറും ഒരു വള്ളം എടുത്തു പോയാൽ 1 മണിക്കൂർ പോലും യാത്ര ചെയ്യാതെ എത്തിച്ചേരാൻ കഴിയുന്ന 2 ദ്വീപുകൾ 2 അന്യഗ്രഹങ്ങളെ പോലെയാണ്. 2 പുരാതന കോണ്ടിനെൻ്റൽ ഷെൽഫുകൾ കൂട്ടിയിടിച്ച, എന്നാൽ ഒരിക്കലും തമ്മിൽ തൊടാത്ത ഒരു ജീവമണ്ഡലത്തിലെത്തിയ ഒരു വിള്ളലാണ് വാലസ് കണ്ടെത്തിയിരിക്കുന്ന ലോകത്തിൻ്റെ തുന്നൽ വിട്ടുപോയൊരു സ്ഥലം. ആയിരക്കണക്കിന് മൈൽ അകലെ ഇരുന്നു കൊണ്ട് ഡാർവിനും വാലസും ഒരേ സമയത്ത് ഒരേ നിഗമനത്തിൽ യാദൃച്ഛികമായിട്ട് എത്തിച്ചേർന്ന അപൂർവ നിമിഷമായിരുന്നു അത്.
ഡാർവിൻ വാലസിനെ ചതിച്ചതല്ല. ലീനിയർ സൊസൈറ്റിയിൽ രണ്ടുപേരുടെയും പേപ്പറുകൾ ഒന്നിച്ച് അവതരിപ്പിക്കാൻ അദ്ദേഹം ഏർപ്പാടാക്കി. അതുകൊണ്ട് തന്നെ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം കണ്ടെത്തിയ അതേ കാലഘട്ടത്തിൽ അത്രത്തോളം തന്നെ പുരസ്കാരങ്ങളും റെക്കഗ്നിഷനും അദ്ദേഹത്തിനും, അതായത് ആൽഫ്രഡ് വാലസിനും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിള്ളൽ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഭൂമിയുടെ പുറംതൊലി ഒന്ന് മാറ്റി അടിയിലുള്ള ലിത്തോസ്ഫിയറിലേക്ക് നോക്കണം. ഈ ഒരു ദ്വീപ സമൂഹം എന്ന് പറയുന്നത് ടെക്ടോണിക് വയലൻസിൻ്റെ ഒരു ജിഗ്സോ പസിലാണ്. യൂറേഷ്യൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, ഫിലിപ്പീൻസ് സീ പ്ലേറ്റ് എന്നീ 3 ഭീമൻ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന സ്ഥലം. എന്നാൽ വാലസ് ലൈനിൻ്റെ രഹസ്യം കിടക്കുന്നത് കോണ്ടിനെൻ്റൽ ഷെൽഫുകളിലാണ്. പടിഞ്ഞാറ് വശത്ത് നമുക്ക് സുന്ദ ഷെൽഫുണ്ട്. ഏഷ്യൻ വൻകരയുടെ കടലിനടിയിലുള്ള ഒരു വലിയ നീളമാണ്. സുമാത്ര, ജാവ, ബാലി, ബോർണിയോ തുടങ്ങിയ ദ്വീപുകളെല്ലാം ഇരിക്കുന്നത് ഈ ഷെൽഫിലാണ്. ഇവയ്ക്കിടയിലുള്ള കടലിന് ആഴം തീരെ കുറവാണ്. പലയിടത്തും ഒരു 50 മീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭൂമി തണുത്തുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? പ്ലീസ്റ്റോസിൻ ഗ്ലേഷ്യർ മാക്സിമ പോലെയുള്ള ഭൂമി തണുത്തുറയുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐസേജ് കാലഘട്ടത്തിൽ, ലോകത്തിലെ വെള്ളമെല്ലാം ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുമലകളായി ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള സമുദ്രനിരപ്പ് ഏകദേശം 120 മീറ്ററോളം താഴേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ഈ കോവളം ബീച്ചിലൂടെ പോയാൽ 120 മീറ്റർ താഴ്ന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മീറ്റർ കടലിൻ്റെ അടിത്തട്ടിലേക്ക് നടന്നു പോകാൻ പറ്റും. കാരണം അവിടെ വെള്ളം ഉണ്ടാവില്ല. ഇങ്ങനെ ലോകത്താകമാനം സംഭവിക്കുമ്പോൾ സുന്ദ ഷെൽഫ് വെളിയിൽ കാണാൻ പറ്റി. അത് ഒരു ചെറിയ തടമായിട്ട് ഉണങ്ങിയ കരഭൂമിയായി മാറി. ജിയോളജിസ്റ്റുകൾ അതിനെ സുന്ദ ലാൻഡ് എന്ന് വിളിച്ചു. ഇന്നത്തെ തായ്ലൻഡിൽ ജീവിച്ചിരുന്ന ഒരു കടുവയ്ക്ക് കാല് നനയാതെ നടന്ന് നേരെ ബാലി വരെ എത്താൻ പറ്റും. ആനകളും കാണ്ടാമൃഗങ്ങളും ടാപ്പറുകളും എല്ലാം ഈ വലിയ കരപ്പാലത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിച്ച് ഇന്ന് കടൽ കൊണ്ട് വേർതിരിക്കപ്പെട്ട ദ്വീപുകളിലേക്ക് കുടിയേറി. അതുകൊണ്ടാണ് ഇന്ന് ബാലിയിൽ കടുവകൾ ഉള്ളത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സമയം വെച്ച് നോക്കിയാൽ ഇന്നലെ വരെ ബാലി എന്ന് പറയുന്നത് ഏഷ്യൻ വൻകരയുടെ ഭാഗമാണ് എന്ന് പറയാം. ഒരു കടുവ ബാലിയിൽ എത്തിച്ചേർന്നു. എങ്ങനെ വേണമെങ്കിലും എത്തിച്ചേരാം. നീന്തി എത്തിച്ചേരാം, അല്ലെങ്കിൽ വെള്ളം താഴുമ്പോൾ നടന്നെത്തിച്ചേരാം. പക്ഷേ ബാലിയുടെ കിഴക്കേ അറ്റത്തെത്തിയിട്ട് കടുവകൾ അവിടെ നിൽക്കും. കാരണം അവിടെയാണ് നമ്മൾ പറഞ്ഞ ലോംബോക് സ്ട്രെയിറ്റ് ഒരു വില്ലനാകുന്നത്. ഈ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ജലപാത ഷെൽഫിൻ്റെ ഭാഗമല്ല, അത് വളരെ ആഴമേറിയ ഒരു പുരാതന കിടങ്ങാണ്. സമുദ്രനിരപ്പ് 120 മീറ്റർ താഴ്ന്നാൽ പോലും ലോംബോക് സ്ട്രെയിറ്റ് പിന്നെയും നല്ല ആഴമുള്ള വീതിയുള്ള ചാലായി നിലനിൽക്കും. കാരണം ആ സ്ട്രെയിറ്റിന് ഏകദേശം അടിയിലേക്ക് 300 മീറ്ററോളം പോകണം അടിത്തട്ടിലെത്താൻ. വടക്കോട്ട് പോകുന്തോറും ആഴം 1000 മീറ്ററിലധികം വരും. അതൊരിക്കലും പറ്റിയിട്ടില്ല. അവിടെ ഒരിക്കലും ഒരു പാലം ഉണ്ടായിരുന്നില്ല. വടക്ക് ബോർണിയോയ്ക്കും സുലവേസിക്കും ഇടയിലുള്ള മക്കാസ്റ്റർ സ്ട്രെയിറ്റിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. 2500 മീറ്ററോളം ആഴമുള്ളൊരു സമുദ്ര തടമാണിത്. ഈ തടമാണ് വാലസ് ലൈനിൻ്റെ ഭൗതിക രൂപം. അതുകൊണ്ട് പടിഞ്ഞാറ് വശത്ത് നമുക്ക് സുന്ദ ഷെൽഫുണ്ട്, കിഴക്ക് വശത്ത് സഹുൽ ഷെൽഫുണ്ട്. സഹുൽ ഷെൽഫ് ഐസേജ് സമയത്ത് ഓസ്ട്രേലിയ, ന്യൂഗിനിയ, അരു ദ്വീപുകൾ എന്നിവയെ യോജിപ്പിച്ച് ഒരൊറ്റ വൻകരയാക്കി മാറ്റും. അതുകൊണ്ട് കങ്കാരുകൾക്കും കസോവറികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും. എന്നാൽ ഈ 2 ഷെൽഫുകൾക്കും ഇടയിൽ ഒരു ട്രാൻസിഷൻ സോണുണ്ട്. 2 വൻകരയിലും പെടാത്ത ഒരു കൂട്ടം ദ്വീപുകൾ. ഇതിനെയാണ് വലാസിയ എന്ന് വിളിക്കുന്നത്. സുലവേസി, മൊളൂക്കാസ്, ലോംബോക്ക്, ഫ്ലോറസ്, ടിമോറ തുടങ്ങിയ ദ്വീപുകൾ ഇവിടെയാണ്. ഈ ദ്വീപുകൾ അനാഥരാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ചുറ്റും ആഴക്കടലായതുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന മൈക്രോ കോണ്ടിനെൻറ്റുകളാണിവ. മിക്ക മൃഗങ്ങൾക്കും ചാടിക്കടക്കാൻ കഴിയാത്തത്ര അകലത്തിലാണ് ഈ ദ്വീപുകളായിട്ടുള്ള കല്ലുകൾ കിടക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 35 കിലോമീറ്റർ അതൊരു വലിയ ദൂരമാണോ? കടുവകൾക്ക് നീന്താൻ അറിയാം, ആനകൾക്ക് വെള്ളം ഇഷ്ടമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരു ഗർഭിണിയായ കടുവ എങ്ങനെയെങ്കിലും നീന്തി അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു മരത്തടിയിൽ പറ്റിപ്പിടിച്ചൊരു പല്ലി അങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ടാവില്ലേ? ഇവിടെയാണ് വാലസ് ലൈനിൻ്റെ രണ്ടാമത്തെ, പലപ്പോഴും ആരും ശ്രദ്ധിക്കാത്തൊരു ഘടകം, ഇൻഡോനേഷ്യൻ ത്രൂ ഫ്ലോ. നമ്മൾ പലപ്പോഴും സമുദ്രത്തെ ഒരു ബാത്ത് ടബിലെ വെള്ളം പോലെ നിശ്ചലമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിനിടയിലുള്ള വെള്ളം ഭീകരമായ ശക്തിയോടെ ഒഴുകും. ഇൻഡോനേഷ്യൻ ത്രൂ ഫ്ലോ അല്ലെങ്കിൽ ITF എന്ന വമ്പൻ സമുദ്രജല പ്രവാഹമാണിത്. ആഗോള സമുദ്രങ്ങൾ തമ്മിലുള്ള ഒരേ ഒരു ലോ ആറ്റിറ്റ്യൂഡ് കണക്ഷൻ. പസഫിക് സമുദ്രത്തിൽ നിന്നുള്ള ചൂടുള്ള ഫ്രഷ് വാട്ടറിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ഹൈ പ്രഷർ ഫയർ ഹോസ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഓഷ്യനോഗ്രാഫർമാർ ഇതിനെ സൊർഡ്രപ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു സൊർഡ്രപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ഒഴുകുന്നു എന്നർത്ഥം. ലോകത്തിലെ എല്ലാ നദികളും, ആമസോൺ, നൈൽ, മിസിസിപ്പി എല്ലാം കൂട്ടിവെച്ചാൽ ഏകദേശം ഒരു സൊർഡ്രപ്പ് വരും. എന്നാൽ ഇൻഡോനേഷ്യൻ ത്രൂ ഫ്ലോയുടെ ശക്തി ഏകദേശം 15 സൊർഡ്രപ്പാണ്. ലോകത്തിലുള്ള സകല നദികളുടെയും വെള്ളത്തിൻ്റെ 15 ഇരട്ടി വെള്ളമാണ് ഇൻഡോനേഷ്യൻ ദ്വീപുകളുടെ ഇടുങ്ങിയ വിടവുകളിലൂടെ കുതിച്ചു പായുന്നത്.
ഈ വെള്ളത്തിൻ്റെ വലിയ ഭാഗം ഏകദേശം 20 മുതൽ 25% വരെ നേരെ ഇടിച്ചിറങ്ങുന്നത് നമ്മുടെ ലോംബോക് സ്ട്രെയിറ്റിലൂടെയാണ്. ഇത് കടലിനുള്ളിൽ ഒരു നദി തന്നെ ഉണ്ടാക്കും. സെക്കൻഡിൽ 4 മീറ്ററിലധികം വേഗതയിലാണ് ഇതിൻ്റെ ഒഴുക്ക്, അതായത് 8 നോട്ട്സ് വേഗത. 35 കിലോമീറ്റർ വീതിയുള്ള ഇത്രയും വേഗതയിൽ ഒഴുകുന്ന ഒരു നദി നീന്തി കടക്കാൻ ശ്രമിക്കുന്നത് പറ്റില്ല. കരയിൽ ജീവിക്കുന്ന മിക്ക സസ്തനികൾക്കും അസാധ്യമാണ്. വേഗത മാത്രമല്ല പ്രശ്നം, അവിടുത്തെ പ്രക്ഷുബ്ധതയാണ്. സ്ട്രെയിറ്റിൻ്റെ തെക്കേ അറ്റത്ത് ആഴം കുറഞ്ഞൊരു തട്ടുണ്ട്. പസഫിക്കിൽ നിന്നുള്ള ഈ ഭീമൻ ജലപ്രവാഹം ഈ തട്ടിനും മുകളിലൂടെ ഒഴുകുമ്പോൾ അത് ശക്തമായ തിരമാലകൾക്കും ടൈഡൽ മിക്സിങ്ങും ഉണ്ടാക്കും. ഈ മിക്സിങ് കാരണം ആഴക്കടലിൽ തണുത്ത വെള്ളം മുകളിലേക്ക് വരും. ഇത് പെട്ടെന്നുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാക്കും. ഇവിടെയാണ് ഈ അദൃശ്യമതിൽ ഒരു തെർമൽ കർട്ടനായി മാറുന്നത്. ഈ ലൈൻ കരയിലെ മൃഗങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് ഗവേഷകർ വിചാരിച്ചിരുന്നത്. എന്നാൽ സമുദ്രത്തെയും ഇത് രണ്ടായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. തണുത്ത വെള്ളത്തിൻ്റെ ഈ ഒഴുക്ക് കടലിലെ ലാർവകൾക്ക് ഒരു തടസ്സമാണ്. പല കോറൽ റീഫ് സ്പീഷീസുകളും ക്രസ്റ്റേഷ്യനുകളും, എന്തിന് സാർഡിനെല്ല ലെമ്രു പോലെയുള്ള മീനുകൾ പോലും വാലസ് ലൈനിൻ്റെ 2 വശത്തും ജനറ്റിക്കലി ഡിഫറൻ്റ് ആണ്. ബാലിയിൽ നിന്നുള്ള ലാർവകൾ ലോംബോക്കിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വാഷ് ഔട്ട് ആവും. തറയോട് ചേർന്ന് ജീവിക്കുന്ന ബ്രൗൺ ബാൻഡഡ് ബാംബു ഷാർക്കുകൾ പോലും സ്ട്രെയിറ്റിൻ്റെ 2 വശത്തും ജനറ്റിക്കലി ഡിഫറൻ്റ് ആണ്. ആഴക്കടലും ശക്തമായ ഒഴുക്കും കാരണം അവയ്ക്ക് കടലിൻ്റെ അടിത്തട്ടിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ തടസ്സം പൂർണ്ണമാണ്. കൈനറ്റിക്, തെർമൽ, ബാത്തിമെട്രിക് എല്ലാ രീതിയിലും അതൊരു വൻമതിലാണ്. ഇനി പക്ഷികൾ ഈ ലൈൻ ക്രോസ് ചെയ്യില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ അത് സത്യമാണോ? പക്ഷികൾക്ക് ചിറകുണ്ട്. ഒരു മരം കൊത്തിക്ക് 20 മൈൽ പറക്കാൻ പറ്റും, അല്ലെങ്കിൽ 35 കിലോമീറ്റർ പോകും. ഇവിടെയാണ് ബയോളജി സൈക്കോളജിയെ കണ്ടുമുട്ടുന്നത്. പക്ഷികൾ വെറുതെ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈ അതിർത്തി ഒരു ഫിൽറ്റർ പോലെയാണ് പ്രവർത്തിക്കുക. തത്തകളെയും കൊക്കാറ്റുകളെയും പോലെയുള്ള ചില പക്ഷി കുടുംബങ്ങൾ നല്ല പറക്കാൻ കഴിവുള്ളവരും എവിടെയും അതിജീവിക്കുകയും ചെയ്യുന്നവരാണ്. അവർ ഈ ലൈൻ ഈസി ആയിട്ട് കടന്നുപോകും. അതുകൊണ്ടാണ് വലാസിയിലും ഓസ്ട്രേലിയയിലുമുള്ള കൊക്കാറ്റുകളെ നമുക്ക് ഒരേപോലെ കാണാൻ പറ്റുക. എന്നാൽ മറ്റു ചില കുടുംബങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഏഷ്യൻ കാടുകൾക്കുള്ളിൽ കഴിയുന്ന മരംകൊത്തി, ബാർബെറ്റ്, ട്രോഗൺ, ഇവയൊന്നും ഈ ലൈൻ മുറിച്ചു കിടക്കില്ല. കാരണം നല്ല കാടിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പരിണാമപ്പെട്ട ഇവർ ഈ മഴക്കാടുകൾ വിട്ട് എന്തിന് തുറന്ന ജലാശയങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിക്കും. ഇനി അഥവാ അപ്പുറത്ത് എത്തിയാലും അവിടെയുള്ള കാലാവസ്ഥ, അതായത് ഓസ്ട്രേലിയൻ കാലാവസ്ഥ വളരെയധികം വരണ്ടതാണല്ലോ. അപ്പോൾ കുറ്റിക്കാടുകളൊക്കെ അപ്പുറത്തുള്ളൂ. അവിടെ പോയി അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. പരിണാമത്തിൻ്റെ പരീക്ഷണശാലയായ വലാസിയ എന്ന ഈ ഇടനാഴി ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയിൽ കിടക്കുന്നത് കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് കൊമോഡോ ഡ്രാഗൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ പല്ലികൾ എങ്ങനെയാണ് ഫ്ലോറസ്, കൊമോഡോ തുടങ്ങിയ ദ്വീപുകളിലെ രാജാക്കന്മാരായിട്ട് വാഴാൻ തുടങ്ങിയെന്നറിയാമോ? ഉത്തരം വാലസ് ലൈനാണ്. ജാവയിൽ നിന്നും ബാലിയിൽ നിന്നും കടുവകളും പുലികളും പോലെയുള്ള വമ്പൻ ഏഷ്യൻ വേട്ടക്കാർക്ക് വാലസ് ലൈൻ കടന്നു പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഓസ്ട്രേലിയൻ ദ്വീപുകളിൽ വലിയ മാംസഭുക്കുകളൊന്നുമില്ല. അങ്ങനെ ഒരു വിടവുണ്ടാകുമ്പോൾ പരിണാമ പ്രക്രിയയിലൂടെ പല്ലിവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് വലിപ്പം വയ്ക്കാൻ തുടങ്ങി. ആ ദ്വീപുകളിലെ മുൻനിര വേട്ടക്കാരായി കൊമോഡോ ഡ്രാഗൺസ് മാറി. അങ്ങനെ ഈ പറയുന്ന വാലസ് ലൈൻ എന്ന് പറയുന്ന സുരക്ഷാ വേലി ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് കൊമോഡോ ഡ്രോണുകൾ എന്ന് പറയുന്ന പല്ലികളെ ഭൂമിയിൽ കിട്ടി. അതുപോലെ തന്നെയാണ് വിചിത്ര രൂപമുള്ള ബാബിറൂസ എന്ന പന്നിയും എരുമയുടെയും പശുവിൻ്റെയും ഇടയിലുള്ള അനൗവ എന്ന കുള്ളൻ പോത്തും എല്ലാം വരുന്നത്. ഇവയൊന്നും ഓസ്ട്രേലിയയിലോ ഏഷ്യയിലോ കാണില്ല. ഇവ വലാസിയുടെ മാത്രം സ്വന്തമാണ്. നമ്മൾ കടുവകളെക്കുറിച്ചും മരംകൊത്തികളെക്കുറിച്ചും ഡ്രാഗണുകളെക്കുറിച്ചും പറഞ്ഞു അല്ലേ? പക്ഷെ മനുഷ്യൻ്റെ കാര്യമോ? വാലസ് ലൈൻ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം അവിടെയാണ്. കടുവയ്ക്ക് കടക്കാൻ പറ്റാത്തൊരു സ്ഥലം, കാണ്ടാമൃഗത്തിന് പോകാൻ പറ്റാത്തൊരു സ്ഥലം, മനുഷ്യൻ എങ്ങനെ ഓസ്ട്രേലിയയിൽ എത്തി? ശരീരഘടനയിൽ ആധുനികനായ മനുഷ്യന് വേണമെങ്കിൽ ഒരു 50,000 മുതൽ 65,000 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാൻ പറ്റും. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റം മനുഷ്യ ചരിത്രത്തിലെ സമുദ്രയാത്രയുടെ ഏറ്റവും പഴയ തെളിവാണ്. അവർ മരത്തടിയിൽ പിടിച്ചൊഴുകിയതല്ല, പകരം ലൊംബോക് സ്ട്രെയിറ്റിലൂടെയും ടിമോർ കടലിലൂടെയും ഒക്കെയുള്ള ഒഴുക്കിനെ മറികടന്ന് 100 കണക്കിന് ആളുകളെ അപ്പുറത്തെത്തിക്കാൻ അവർ റാഫ്റ്റുകൾ ഉണ്ടാക്കിയിരുന്നിരിക്കണം. അങ്ങനെ ജീവികൾക്കുണ്ടായിരുന്ന തടസ്സത്തെ ഹോമോ സാപ്പിയൻസ് തകർത്തു. വാലസ് ലൈൻ നോക്കി ഞങ്ങൾക്കിത് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ആദ്യത്തെ ജീവി, ഒരേ ഒരു ജീവി, അത് മനുഷ്യനാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. നമ്മളായിരുന്നില്ല ആദ്യം അവിടെ എത്തിയത്. 2003 ലൈനിന് കിഴക്കുള്ള വലാസിയ ഫ്ലോറസ് ദ്വീപിലെ ലിയാങ് ബുവ എന്ന ഗുഹയിൽ നിന്ന് സയൻറ്റിസ്റ്റുകൾക്ക് ഒരു ചെറിയ മനുഷ്യൻ്റെ ഫോസിൽ കിട്ടി. 3 അടി മാത്രം ഉയരമുള്ള ഹോമോ ഫ്ലോറൻസിയൻസിസ് അല്ലെങ്കിൽ ഹോബിറ്റുകൾ. ഇവർ ആധുനിക മനുഷ്യരായിരുന്നില്ല. ഹോമോ ഇറക്ടസിൽ നിന്ന് ഉത്ഭവിച്ച മറ്റൊരു സ്പീഷീസ് ആയിരുന്നു ഇവർ. ഫ്ലോറസിൽ കണ്ടെത്തിയ അവരുടെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. സമാനമായ ആയുധങ്ങൾ സുലവേസിയിലും കണ്ടെത്തിയിട്ടുണ്ട്.
സോ ഇതൊരു പ്രശ്നമാണ്. ഹോമോ ഇറക്ടസിന് ബോട്ടുകൾ ഉണ്ടായിരുന്നില്ല, സമുദ്രയാത്രയ്ക്കുള്ള സാങ്കേതിക വിദ്യയോ ബുദ്ധിയോ അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവർ വാലസ് ലൈൻ കടന്നത്? ഉത്തരം ഭയപ്പെടുത്തും. സ്വീപ്സ്റ്റേക്സ് ഡിസ്പേഴ്സൽ, അതായത് സുനാമി. ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. വലിയ സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മെഗാ സുനാമി ഉണ്ടാക്കും. ജാവയിലെയോ ബാലിയിലെയോ കടൽ തീരത്ത് ഭക്ഷണം തേടി നടന്നിരുന്ന ഹോമോ ഇറക്ടസിൻ്റെ ചെറിയ കൂട്ടങ്ങളെ സുനാമി തിരകൾ കടലിലേക്ക് അടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവർ നിന്നിരുന്ന മരങ്ങളും സസ്യജാലങ്ങളും അടക്കം. അപ്പോൾ നമ്മളീ പറഞ്ഞ ഇന്തോനേഷ്യൻ ത്രൂ ഫ്ലോയുടെ ഒഴുക്കിനെയുണ്ടല്ലോ, അതിനെ ഈ സുനാമി തകർത്തുകൊണ്ട് ഇവരെ കിഴക്കോട്ട് കൊണ്ടുപോയി. അങ്ങനെ പോയ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഭാഗ്യവശാൽ ചില ചെറിയ ഗ്രൂപ്പുകൾ ഫ്ലോറസിലോ സുലവേസിയിലോ അടിഞ്ഞിട്ടുണ്ടാവും. പരിമിതമായ വിഭവങ്ങളുള്ള ഈ ദ്വീപുകളിൽ കുടുങ്ങിപ്പോയ അവർ അതിജീവിക്കാൻ വേണ്ടി ഇൻസുലാർ ഡ്വാർഫിസം എന്ന് പറയുന്ന ഒരു പരിണാമ പ്രക്രിയയിലൂടെ ക്രമേണ വലിപ്പം കുറഞ്ഞ സ്പീഷീസുകളായി മാറാൻ തുടങ്ങി. അവർ ലൈൻ കീഴടക്കിയതല്ല, പ്രകൃതിയുടെ താണ്ഡവത്തിന് മുന്നിൽ അതിൻ്റെ ഇരയായിട്ട് അവിടെ എത്തിച്ചേർന്നതാണ്. ആൽഫ്രഡ് റസൽ വാലസിൻ്റെ പേരിൽ നിന്നാണ് വാലസ് ലൈൻ എന്നുള്ള പേര് കിട്ടിയതെങ്കിലും ഈ പ്രദേശത്തിൻ്റെ കോംപ്ലക്സിറ്റി കാരണം വേറെയും ലൈനുകളുണ്ട്. കിഴക്ക് മാറി ലിഡക്കൽ ലൈനുണ്ട്. കങ്കാരുകൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സഹുൾ ഷെൽഫിൻ്റെ അതിർത്തിയാണത്. പിന്നെ വെബ്ബർ ലൈനുണ്ട്. ഏഷ്യൻ ജീവികളും ആഫ്രിക്കൻ ജീവികളും കൃത്യം 50-50 അനുപാതത്തിൽ വരുന്ന ബാൻഡ കടലിലൂടെ കടന്നു പോകുന്ന ഫൗണൽ ബാലൻസ് ലൈനാണത്. ഈ പ്രദേശം മുഴുവൻ ഒരു പരീക്ഷണശാലയാണ്, പരിണാമത്തിൻ്റെ ഒരു ലാബ്. അതുകൊണ്ട് വാലസ് ലൈൻ വെറും ഒരു ബയോളജിക്കൽ ക്യൂരിയോസിറ്റി അല്ല, ഭൂമിയുടെ ചരിത്രത്തെ നോക്കിക്കാണാനുള്ള ഒരു ലെൻസാണ്. നമ്മുടെ ഗ്രഹത്തിൻ്റെ കാലാവസ്ഥ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. പസഫിക്കിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ITF വഹിച്ചു കൊണ്ടുപോകുന്ന ചൂട് ഏഷ്യൻ മൺസൂണിനെ കൺട്രോൾ ചെയ്യുകയും ആഫ്രിക്കയിലെ മഴയെ വരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. എൽനിനോ പ്രതിഭാസത്തെയും നിയന്ത്രിക്കുന്നുണ്ട്. സോ ഭൗമപാളികൾ നീങ്ങി ലോംബോക് സ്ട്രൈറ്റ് അടഞ്ഞു പോയാൽ ആഗോള കാലാവസ്ഥ തന്നെ മാറും. നമ്മൾ മൂവബിൾ ആണെന്ന് വിളിക്കുന്ന ശാന്തമായി കിടക്കുന്ന വെള്ളം പോലും പലതരത്തിലുള്ള വെല്ലുവിളികളുടെ യുദ്ധഭൂമിയാണ് എന്നും നമ്മൾ അദൃശ്യ ഊർജ്ജങ്ങളെന്ന് വിളിക്കുന്ന പല പ്രതിഭാസങ്ങളും ഫിസിക്സിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില തിയറികൾ മാത്രമാണ് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ, വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ എന്നിവയെ കൃത്യമായി അനലൈസ് ചെയ്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കാനും നല്ലൊരു രീതിയിലുള്ള അനലിറ്റിക്കൽ പവർ നേടാനും ഹൗ ടു ബിൽഡ് എ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ